അർജന്റീന ഫുട്ബോൾ ടീമും മെസ്സിയും കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ഫിഫ നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. 2 ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത്. ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. ഇടക്കാലത്ത് അവർ അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത്. കാരണം 2022 ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അത് അർജന്റീന എന്ന് മാത്രമല്ല, ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്നത് 26 ആകുമ്പോൾ പുതിയ ലോകകപ്പ് വരുമ്പോൾ പിന്നെ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് എഫ് എ മുമ്പ് അംഗീകാരം നൽകിയതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കുറേ ശ്രമിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ച് വരിക. വലിയ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ, ഇപ്പോൾ കളിസ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ അതാണല്ലോ നോക്കുന്നത്. നമുക്കറിയാലോ, ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാച്ചാണ്. അതിലപ്പുറം സാധാരണക്കാരായിട്ടുള്ള ധാരാളം ഫുട്ബോൾ പ്രേമികൾ ഈ താരത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നും കൂടി നോക്കണം. അത് കളി എന്നുള്ള ഫ്രണ്ട്ലി മാച്ച് ലോകത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ടിക്കറ്റ് വെച്ചിട്ടാണല്ലോ നടക്കുക. അപ്പോൾ മെസ്സിയെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് അവരെ കാണാൻ ഉള്ളൊരവസരം ഒരുക്കുക. അതാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. അതാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ട ഒരു കാര്യം കൂടി അതിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ നോക്കും. ഇപ്പോൾ കേന്ദ്ര കായിക വകുപ്പിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെ തന്നെ അനുമതി നമുക്ക് ലഭിച്ചല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ജീവ ഇറങ്ങിപ്പോയതാണ്. സർക്കാരും ജീവ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായി തന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും.